രാമകൃഷ്ണൻ ഇപ്പോൾ പ്രസാധനം ചെയ്ത പുസ്തകം, അതിലെ ആ സംഗീതത്തിൻ്റെ സ്വാന്തന സ്പർശം, അതാണല്ലോ അതിൽ ഉദ്ദേശിക്കുന്നത്, ദ ഹീലിംഗ് ടച്ച്. ആ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൽ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ള ഏതാനും കൃതികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഡോക്ടർ സിതാര കൃഷ്ണമൂർത്തി ഇന്നത്തെ ഈ കച്ചേരി അവതരിപ്പിക്കുന്നത്. ഓരോ കീർത്തനവും ആലപിക്കുന്നതിന് മുമ്പ് അതിൻ്റെ രാഗം, കമ്പോസർ എന്നിവരെ പരിചയപ്പെടുത്തുന്നത് കൂടാതെ അതിൽ ആ സാഹിത്യത്തിൽ ഏത് ഭാഗമാണ് ഇന്നത്തെ ഈ സബ്ജക്റ്റ്, ആ ഹീലിംഗ് ദ ടച്ച് എന്നുള്ള ഒരു ആസ്പെക്റ്റിനെ കവർ ചെയ്യുന്നത് എന്നും കൂടി സിതാര നമ്മളോട് പറഞ്ഞു തരും. ഡോക്ടർ സിതാര കൃഷ്ണമൂർത്തിയെ ഈ സദസ്സിന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. പ്രശസ്ത സംഗീത വിദ്വാൻ ശ്രീ എൽ വൈകുണ്ഠപതിയുടെ പുത്രിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മ്യൂസിക്, കേരള യൂണിവേഴ്സിറ്റിയുടെ അവിടെ നിന്നും MA റാങ്കോട് കൂടിയിട്ട് പാസ്സായി. അതിനുശേഷം സംഗീതത്തിൽ PhD എടുത്തു. ഇപ്പോൾ ശ്രീ സ്വാതി തിരുനാൾ സർക്കാർ സംഗീത കോളേജിൽ സംഗീത വിഭാഗത്തിൽ അധ്യാപികയായി സേവനം അനുഷ്ഠിക്കുന്നു. കേരള സർക്കാരും ചെമ്പൈ ട്രസ്റ്റും ചേർന്ന് നൽകുന്ന ചെമ്പൈ പുരസ്കാരം 2013 ഈ വേദിയിൽ ശ്രീമതി സിതാര നേടിയിട്ടുണ്ട്. ശ്രീമതി ഡോക്ടർ സിതാര കൃഷ്ണമൂർത്തിക്ക് ഇന്നത്തെ ഈ കച്ചേരിക്ക് വരാമെന്ന് സമ്മതിച്ചതിനും ഇന്ന് കച്ചേരി അവതരിപ്പിക്കാൻ എത്തിയതിൽ ഞങ്ങൾക്കുള്ള സന്തോഷം അറിയിക്കുന്നതോടൊപ്പം അവരെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഡോക്ടർ ലതാ രാമകൃഷ്ണൻ ഡോക്ടർ സിതാര കൃഷ്ണമൂർത്തി ഒരു പൊന്നാട അണിയിച്ച് ഇപ്പോൾ ആദരിക്കുന്നു. വയലിൻ ശ്രീമതി ശ്വേത അനന്തശിവൻ, തിരുവനന്തപുരത്തിൻ്റെ മാത്രമല്ല ഇന്ന് കേരളത്തിലെ യുവ കലാകാരികളിൽ, യുവ വയലിനിസ്റ്റുകളിൽ ഏറ്റവും ശ്രദ്ധേയയായ താരം. മദ്രാസ് മ്യൂസിക് അക്കാദമി ഉൾപ്പെടെ നിരവധി സംഗീത സഭകളിൽ വയലിൻ വായിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ചെന്നൈയിലെ സഭകളിലേക്ക് ക്ഷണം ലഭിക്കുക എന്നതൊരു വലിയ കാര്യം തന്നെയാണ്. കർണാടക സംഗീത രംഗത്ത് ഒട്ടുമുക്കാലും ഉള്ള എല്ലാ പ്രതിഭകൾക്കും ശ്രീമതി ശ്വേത അനന്തശിവൻ വയലിൻ വായിച്ചിട്ടുണ്ട്. ഈ വേദിയിൽ തന്നെ ചെമ്പൈ ട്രസ്റ്റ് നൽകിയ ചെമ്പൈ യുവപ്രതിഭ പുരസ്കാരത്തിന് അർഹയായിട്ടുണ്ട്. അതുകൂടാതെ വേറെയും ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ശ്രീമതി ശ്വേത അനന്തശിവനെ ഇന്നത്തെ കച്ചേരിക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗോപാലകൃഷ്ണനാണ് ഇന്ന് പ്രഥമം വായിക്കുന്നത്. കേരളത്തിലെ സീനിയർ മൃദംഗ വിദ്വാൻമാരിൽ ഒരാളായ ശ്രീ എൽ ഗോപാലകൃഷ്ണൻ ഡോക്ടർ TK മൂർത്തി സാറിൻ്റെ പ്രധാന ശിഷ്യരിൽ ഒരാൾ കൂടിയാണ്. തിരുവനന്തപുരത്തെ നിരവധി സംഗീത സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിനോടൊപ്പം മിക്കവാറും എല്ലാ പ്രമുഖരുടെ കൂടെയും മൃദംഗം വായിച്ചിട്ടുള്ള ശ്രീ എൽ ഗോപാലകൃഷ്ണൻ ശ്രീ രാമകൃഷ്ണൻ ഫാമിലിയുടെ ഒരു അംഗം കൂടിയാണ്. അദ്ദേഹത്തെ ഇന്നത്തെ കച്ചേരിക്ക് മൃദംഗത്തിനായി സാദരം ക്ഷണിക്കുന്നതോടൊപ്പം വേദിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. ഈ കച്ചേരി കൃത്യം 1.5 മണിക്കൂർ ആണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള ഈ നിറഞ്ഞ സദസ്സ് കച്ചേരി മുഴുവനും ആസ്വദിച്ചതിന് ശേഷമേ പോകാവൂ എന്ന വിനീതമായ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. കച്ചേരിക്കായി ഡോക്ടർ സിതാരയും സംഘത്തെയും ക്ഷണിക്കുന്നു. നന്ദി. ബഹുമാനപ്പെട്ട ഗുരുജനങ്ങൾക്ക്, സംഗീതാസ്വാദകർക്ക് എൻ്റെ നമസ്കാരം. ഇന്നൊരു തെമാറ്റിക് കോൺസെർട്ടായി ഇന്ന് റിലീസ് ചെയ്ത ബുക്കിൽ നിന്നുള്ള ഏതാനും കോമ്പോസിഷൻസാണ് മെയിനായിട്ട് എടുത്ത് പാടുന്നത്. ഇതിൽ ആദ്യം ആയിട്ട് പാടാനെടുത്തിരിക്കുന്നത് ഇവിടെ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു പോപ്പുലറായിട്ടുള്ള കോമ്പോസിഷൻസ് വേണം എടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് പോപ്പുലറായിട്ടുള്ള കോമ്പോസിഷൻസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് പാടാൻ ഉദ്ദേശിക്കുന്നത് വാതാപി ഗണപതി എന്ന കൃതിയാണ്. അത് ചെമ്പയുടെ കാലഘട്ടത്തിൽ അതിന് മുമ്പ് അത് അത്രയും ഇന്ന് വരെ അത് പ്രചാരത്തിലുള്ള ഒരു കൃതിയാണ്. ബദാമി എന്ന് പറയുന്ന ഹംപി എന്ന സ്ഥലത്തിലെ ബദാമി എന്ന സ്ഥലത്തുള്ള ഗണപതിയാണ് ഈ വാതാപി. ബദാമി പണ്ട് വാതാപി എന്നാണ് അറിഞ്ഞിരുന്നത്. പിന്നീടുള്ള കാലത്തിൽ അത് ബദാമിയായിട്ട് രൂപാന്തരപ്പെടുകയാണുണ്ടായത്. വാതാപി ഗണപതി അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അതായത് ഇതിൻ്റെ കുണ്ടലിനി ശക്തി
സൂക്ഷ്മമായ ഒരു ശക്തിയാണ് ശരീരത്തിലെ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് മൂലാധാര ചക്രമാണ് ശരീരത്തിലെ. അപ്പോൾ ഈ മൂലാധാര ചക്രത്തിൽ നിന്ന് ആവിർഗമിക്കുന്ന ഒരു എനർജിയാണ് ഈ വാതാപി ഗണപതി കൂടുതൽ നൽകുന്നത്. അപ്പോൾ ആ ഗണപതിക്ക് ഒത്തിരി എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അത് ഈ തൊഴുന്നവരിലേക്ക് പകർത്താൻ സാധിക്കും എന്നുള്ളതാണ് പ്രമാണം. അതനുസരിച്ച് ഈ വാതാപി ഗണപതിയായിട്ട് പല യുദ്ധകാല ചരിത്രങ്ങളും ഇതിൻ്റെ പിറകിലുണ്ട്. അത് കൂടുതൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഈ കൃതി കടാകം ഹംസധ്വനി ദീക്ഷിതർ എഴുതിയ കൃതിയാണ്. ദീക്ഷിതരുടെ അച്ഛനായ രാമസ്വാമി ദീക്ഷിതർ കണ്ടുപിടിച്ച രാഗമാണ് ഈ ഹംസധ്വനി എന്ന് പറയുന്നത്. ആദ്യം ഈ ഒരു കൃതിയിൽ തന്നെ തുടങ്ങാമെന്ന് കരുതുന്നു. പാട്ട് പാടുന്നവർക്ക് ഇതൊരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് ആ സംഗതികൾ ബേസ് തൊട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഇതൊരു വോക്കലിനൊരു ആദ്യം തുടങ്ങാനൊരു സൗകര്യമുണ്ട്. അതുകൊണ്ടാണ് ഒരു വോക്കലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അഭ്യാസഗാനവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ രാജ്യം തുടങ്ങുന്നതൊരു ശുഭകരമായിട്ടുള്ളൊരു കീർത്തനമാണ്. എല്ലാ നോട്ട്സും മ്യൂസിക് തെറാപ്പി അല്ലെങ്കിൽ സംഗീതപരമായിട്ട് നോക്കിയാൽ സ്വസ്ഥാന വിശദ ക്രമങ്ങളാണ്. ഒരു സ്വരം പാടുമ്പോൾ തന്നെ ആ വിരാഗത്തിൻ്റെ ഭാവം വരുമെന്നാണ് പറയുന്നത്. ഇതിലൊരു പ്രത്യേകം ഹീലിംഗ് വാല്യൂ എന്ന് പറയുന്നത് മൊത്തത്തിലുണ്ട്. എല്ലാ ഒരു മൊത്തമേ ഒരു തെറാപ്യൂട്ടിക്കായിട്ട് നമുക്ക് കരുതാവുന്നതാണ്.
Kalo